കൂടി നമുക്കൊപ്പം ചേരുന്നു. ജയശങ്കർ കൊല്ലത്താണുള്ളത്. ജയശങ്കർ, ഗുഡ് മോർണിംഗ്. ജയശങ്കർ, കൊല്ലത്ത് എങ്ങനെയാണ്? ഗ്യാസിന്റെ പ്രതിസന്ധി രൂക്ഷമാണ്. ഹോട്ടലുകളിൽ പലതും അടച്ചിട്ട് തുടങ്ങി എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരുപാട് അതിഥി ജീവനക്കാരും ഈ തൊഴിലെടുക്കുന്ന മനുഷ്യരും ഒക്കെ ഹോട്ടലുകളെ ആശ്രയിക്കുന്ന ഒരു നഗരമാണ്. കൊല്ലത്തെ അവസ്ഥ എന്താണ് ജയശങ്കർ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ. ഗുഡ് മോർണിംഗ് പറയാൻ പറ്റുമോ എന്നറിയില്ല, അത്ര ഗുഡൊന്നുമല്ല മോർണിംഗ്. കാരണം നമ്മൾ പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ പ്രതിഫലനം അത് നമ്മുടെ നാട്ടിൽ വലിയ രീതിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഉള്ളത് കൊല്ലം നഗരത്തിലെ ഒരു ഹോട്ടലിലാണ്, ഒരു ചെറുകിട ഹോട്ടലാണ്. പക്ഷേ ഈ ഹോട്ടലിന് താഴെ വീണിരിക്കുന്നു. ഹോട്ടൽ പൂട്ടേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് വന്നിരിക്കുന്നത്. ഈ ഇന്ധന പ്രതിസന്ധി തന്നെ, പാചകവാതകം ചെയ്യാനുള്ള ഗ്യാസ് കിട്ടാത്ത മൂലമാണ് ഈ ഹോട്ടൽ പൂട്ടേണ്ടി വന്നത്. കഴിഞ്ഞ ദിവസം ഈ ഹോട്ടൽ ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ ഗ്യാസ് തീരുന്നത്. പിന്നാലെ ഈ ഹോട്ടൽ അടച്ചുപൂട്ടുകയായിരുന്നു. നമുക്ക് ആ ദൃശ്യങ്ങളിൽ ഡോക്ടർ അരുൺ കാണാം. അവിടെ ചായ ഉണ്ടാക്കാൻ വെച്ച പഞ്ചസാരയും ചായപ്പൊടിയും ഒക്കെ തന്നെ അവിടെ അതുപോലെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ വെച്ച് ആ ഹോട്ടലിനെ താഴ്ത്ത് പൂട്ടേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും ഇത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ഗ്യാസ് അടുപ്പൊക്കെ ഉള്ള സ്ഥലമൊക്കെ തന്നെ പൂട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ചെറിയ ഈ മണ്ണെണ്ണ ഉപയോഗിച്ച് പ്രവർത്തിക്കാവുന്ന ഒരു സ്റ്റൗ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി അത്തരം ഒരു പരീക്ഷണത്തിലേക്ക് കടയുടമ കടക്കുന്നുണ്ടോ എന്ന് നമുക്ക് ചോദിക്കാം. എന്തായാലും ഈ ഒരു പ്രതിസന്ധി വലിയ തോതിൽ കൊല്ലം ജില്ലയെ ബാധിച്ചിട്ടുണ്ട്. 25ഓളം ചെറുകിട ഹോട്ടലുകളാണ് ഇന്നലെ വരെ അടച്ചുപൂട്ടിയത്. ഇന്ധനം ലഭിക്കാത്തത് കൊണ്ട് മാത്രം. വരും മണിക്കൂറുകളിൽ കൂടുതൽ ഹോട്ടലുകൾ പൂട്ടുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. നിരവധി ആളുകൾ രാവിലെ മുതൽ ചായ കുടിക്കാനും ഭക്ഷണം കഴിക്കാനൊക്കെ വരുന്നതാണ്. ഈ ഹോട്ടലുകളെയാണ് ആശ്രയിക്കുന്നത്. നമ്മൾ ഉൾപ്പെടെ രാവിലെ പുറത്തുനിന്നാണ് ഭക്ഷണം. പക്ഷേ ഇനി വരും ദിവസങ്ങളിൽ ഭക്ഷണം മുടങ്ങുന്ന ഒരു സാഹചര്യമാണ്. ചേട്ടാ, നമ്മൾ എപ്പോഴാണ് പൂട്ടിയത്? ഞാൻ പൂട്ടിയത് ഇന്ധനം കിട്ടാത്തതുകൊണ്ട്. ഗ്യാസ് കിട്ടാത്തതുകൊണ്ട് മാത്രമാണ് പൂട്ടേണ്ടത്. നിവർത്തിയില്ല, ഒരു നിവൃത്തിയില്ല. ഗ്യാസിൽ എന്ത് നിവൃത്തിയാണുള്ളത്? ഒരു കാരണമില്ല പൂട്ടാതല്ല. ജോലിക്കാർ എന്ത് ചെയ്യുമെന്നാണ് ആലോചിക്കാം. നമ്മളെവിടെ ഒരു മണ്ണെണ്ണ സ്റ്റോവ് ഒക്കെ ഇപ്പോൾ വെച്ചതാണോ അതോ ഇന്നലെ രാത്രി വാങ്ങിച്ചുകൊണ്ടെന്നാണ് കാര്യം. ജോലിക്കാരെ നിർത്തണ്ടേ? ജോലിക്കാരെ കിട്ടത്തില്ലല്ലോ. അത് വെച്ച് ചായയൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ചായ വല്ലപ്പോഴും സ്നാക്സ് ഒക്കെ ഉണ്ടാക്കി കൊടുത്താൽ നിൽക്കാമെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ തുറന്നത്. അത് മണ്ണെണ്ണ സ്റ്റോവ് വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്. സംവിധാനം മുന്നോട്ട് കൊണ്ടുള്ള ശ്രമം മുമ്പോട്ടുണ്ടാകുന്നില്ല. പഴയ കാലങ്ങളിലോട്ട് പോകാനുള്ള ഇതാണ് നടക്കുന്നത്. ഈ വിറകടുപ്പൊക്കെ പറ്റുമോ? വിറവെടുത്ത് വെക്കാൻ പറ്റില്ല. അതിനുള്ള പരീക്ഷണം നടത്താൻ നോക്കിയാണ് ഇവിടെ ഉള്ള സ്ഥലത്ത് വെച്ചതുകൊണ്ട് നടത്താൻ നോക്കി. വലിയ പ്രതിസന്ധി നിൽക്കുകയാണ് എല്ലാവരും. ഡോക്ടർ അരുൺ, ഈ ജയശങ്കറിന് എവിടുന്ന് ചായ കുടിക്കും? ജയശങ്കർ ചായ കുടിയും മുട്ടി. നമ്മുടെ ജയശങ്കർ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ചായ കുടിക്കുന്ന കടയാണ്, അതും പൂട്ടി. ഇന്നലെ പൂട്ടി കഴിഞ്ഞു. അപ്പോൾ ഇനി ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ചായ കുടിയൊക്കെ ഒന്ന് കുറയ്ക്കുന്നത് നല്ലതാണ്. ചായ കിട്ടാതെ നെട്ടോട്ടം കൂടുന്ന മനുഷ്യരുണ്ട്. ഞാനിന്ന് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഇവിടെ കളമശ്ശേരിയിൽ ചില സ്ഥലങ്ങളിലൊക്കെ ചായ കിട്ടുന്ന സ്ഥലങ്ങളിൽ പതിവിലും കൂടുതൽ ആൾക്കൂട്ടം. ചില ഹോട്ടലുകളൊക്കെ അടച്ചു തുടങ്ങി. സംഭവം ശരിയാണ്, രൂക്ഷമാവുന്നു. നമ്മുടെ വീട്ടിലേക്ക് വരുന്നു, നമ്മുടെ ഇടയിലേക്ക് വരുന്നു, നമ്മുടെ ഭക്ഷണത്തിലേക്ക് യുദ്ധം വരുന്നു എന്നുള്ളതാണ്. ചില പ്രേക്ഷകരുടെയൊക്കെ എന്താണ് അമേരിക്കയിലെ അവസ്ഥയെന്ന് നിങ്ങൾ അന്വേഷിച്ചു വരികയായിരുന്നു. അമേരിക്കയിലും ഉണ്ട് ചെറിയ പ്രതിസന്ധി. അവിടെ 20% പാചകവാതകത്തിന് വില കൂടിയിട്ടുണ്ട്. പക്ഷേ ഈ ഗൾഫ് രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ എണ്ണ ആശ്രയിക്കുന്നത് നമ്മളാണ് എന്നുള്ളത് കൊണ്ട് ഗൾഫിൽ നടക്കുന്ന ഏത് യുദ്ധവും നമ്മളെ സംബന്ധിച്ച് തൊട്ടടുത്ത ദിവസം പ്രതിഫലിക്കും.